അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ത്രം ചെയ്യും. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥ ഇന്ന് ഉത്തരവാദിത്തങ്ങളിലേക്ക് പോകുന്ന എല്ലാവരെയും ഞാൻ ഈശ്വര നാമത്തെ ആശ്രയിക്കുന്നു. ജോലി, വീട്, വിവാഹം, ബാങ്ക്, പരീക്ഷ, പഠനം, ഇൻ്റർവ്യൂ, സ്ഥലമെടുപ്പ്, സ്ഥലം അളപ്പ്, വീട് വെക്കൽ, അപേക്ഷ കൊടുക്കൽ, ഇങ്ങനെ ആശുപത്രി പോക്ക്, ടെസ്റ്റ്, അതുപോലെ തന്നെ ബയോപ്സി, ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി നിൻ്റെ ദൈവപതിന് നീ പോകുന്നുവോ, കം വിത്ത് യു വേറെവർ യു ഗോ. നീ എവിടെ പോയാലും നിൻ്റെ കൂടെ ഞാൻ ഉണ്ടായിരിക്കും. നല്ല കർത്താവിൻ്റെ വാഗ്ദാന പ്രകാരം സഞ്ചാരി മാതാവ് സമയത്തിൻ്റെ അധികാരി നിൻ്റെ കൂടെ വരികയും നിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ ആശീർവദിക്കുകയും നീ അറിയാത്ത അവിചാരിതമായ അപകടങ്ങൾ, ആകസ്മിക സങ്കടങ്ങളിൽ നിന്ന് കർത്താവ് നിൻ്റെ യാത്രയുടെ ലക്ഷ്യത്തെ സംരക്ഷിക്കട്ടെ.
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വര എന്നേക്കും ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, വാഗ്ദാനം പ്രാപിക്കാനുള്ള പ്രക്രിയയുടെ ഒന്നാം ഘട്ടമാണ് നമ്മൾ ഇന്നലെ കണ്ടത്. എന്താണത്? ചെങ്കടൽ കടക്കുക. രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് എന്താ വെച്ചാൽ സീനായ് മരുഭൂമിയാണ്. സീനായ് മരുഭൂമിക്കും നമ്മുടെ ഈ നമ്മുടെ ഉടമ്പടിയിലും ഇപ്പം സീനായ് മരുഭൂമിയില്ലേ, മരുഭൂമികൾ പലപ്പോഴും പല മരുഭൂമികളും നമ്മളായിട്ട് ഉണ്ടാക്കുന്നതാണ്. മരുഭൂമികൾ വെച്ച് കഴിഞ്ഞാൽ മരുഭൂമി എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് നമ്മുടെ ലക്ഷ്യം ഇങ്ങനെ നീണ്ടു പോവുകയും നമ്മുടെ പ്രയാണം സ്ലോ ഡൗൺ ആക്കുകയും ചെയ്യുന്ന ഘടകങ്ങൾ. അതാണ് ഈ മരുഭൂമിയുടെ ഒരു പ്രത്യേകത. ലക്ഷ്യം നീണ്ടു പോകുന്നു. ലക്ഷ്യം നീളുക മാത്രമല്ല, നമ്മുടെ മുന്നേറ്റം സ്ലോ ഡൗൺ ആക്കും. അതിൻ്റെ ഒരു കാരണം, അതിൻ്റെ വരുന്ന വിഷയം, അതുകൊണ്ടല്ല ഈ മരുഭൂമി 40 വർഷമൊക്കെ അവരെടുക്കണില്ലേ? 40 വർഷം എടുക്കാതെ ഈ വിഷയം കൈകാര്യം ചെയ്യാൻ പറ്റുമായിരുന്നു. ബൈബിൾ ഇടയ്ക്കിടയ്ക്ക് ഇവനെ ഓർപ്പിക്കും, നീ ബേസിക്കായിട്ട് അഹങ്കാരിയാണ്, അതുകൊണ്ട് നിന്നെ എളിമപ്പെടുത്തുക. ഈ യഹൂദനായതുകൊണ്ട് ഇവിടെ ഇന്ത്യക്കാരെ വല്ല വേണമെങ്കിൽ 40 വർഷം എടുക്കത്തില്ല. ഇന്ത്യക്കാർ ഞാൻ ഈജിപ്തിൽ നിന്ന് ഇസ്രയേലിലോട്ട് പുറപ്പെട്ടു പോയ പാർട്ടി വല്ല ഇന്ത്യക്കാരനെ വല്ല കടന്നും കൊണ്ടുവരാം, അവന് 40 വർഷം എടുക്കത്തില്ല. കാരണം ഇന്ത്യക്കാരന് പൊതുവെ അഹങ്കാരം കുറവാണ്. ആവശ്യം വല്ലവരും അല്ലെങ്കിൽ ഗെയിം അടിക്കുന്നല്ലാതെ ഈ ബ്ലഡിൽ അഹങ്കാരം ഇല്ല. അത് നമ്മളുടെ പ്രകൃതിയും പിന്നെ നമ്മുടെ ഒരു ആധ്യാത്മികതയും എല്ലാം കൂടി എൻ്റെ ഉണ്ട്. എൻ്റെ ഒരു സംശയം അത് നിശ്ചയിക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാണ് ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തത്? നിങ്ങൾ ഏറ്റവും ചെറിയ ഗണമായത് കൊണ്ടാണെന്ന് പറഞ്ഞില്ലേ? നിയമാവർത്തനം 7:7. നിയമാവർത്തനം 7:7. കർത്താവ് നിങ്ങളെ സ്നേഹിച്ചതും തിരഞ്ഞെടുത്തതും മറ്റു ജനതകളെക്കാൾ നിങ്ങൾ എണ്ണത്തിൽ കൂടുതലായിരുന്നതുകൊണ്ടല്ല, നിങ്ങൾ മറ്റെല്ലാ ജനതകളെയും കാൾ ചെറുതായിരുന്നു. പഴയ നിയമത്തിൻ്റെ നിരീക്ഷണത്തിൽ വന്നിട്ടുള്ള ഒരു കാര്യമാണ്. അത് മോസസ്സാണ് എഴുതിയിരിക്കുന്ന കാരണമാണ് മോസസിന് ആ ഒരു രീതി ഒരു പെർസ്പെക്റ്റീവിൽ അത് ആ ഒരു ആംഗിളിൽ അത് അവതരിപ്പിക്കുന്നത്. മറ്റുള്ള ജനങ്ങളെക്കാൾ ഇവർ അഹങ്കാരികളായിരുന്നു. അതാണ് ഒരു കാര്യം. അതാണ് ഈ ജനതയെ ലോകത്തിലുള്ള എല്ലാ ജനതകളെക്കാളും അഹങ്കാരത്തിൽ കൂടുതലുള്ള ഒരു വർഗം. അതുകൊണ്ടാണ് ഇവരിൽ പ്രവർത്തിച്ച് വിജയിച്ച ബാക്കിയുള്ളവർക്കെല്ലാം ആപ്ലിക്കബിൾ ആവും. ഈ മരുഭൂമിയിൽ ഒന്നാമത്തെ മെസ്സേജ് എന്ന് പറയുന്നത് നിയമാവർത്തനം 2 എടുത്തേ. നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ എളിമപ്പെടുത്താനും തന്റെ കൽപ്പനകൾ അനുസരിക്കുമോ ഇല്ലയോ എന്നറിയാൻ നിങ്ങളെ പരീക്ഷിച്ച് നിങ്ങളുടെ ഹൃദയ വിചാരങ്ങൾ മനസ്സിലാക്കാനും വേണ്ടി ഈ 40 സംവത്സരം മരുഭൂമിയിലൂടെ നിങ്ങളെ നയിച്ച വഴിയെല്ലാം നിങ്ങൾ ഓർക്കണം. അപ്പോൾ ഈ എളിമപ്പെടുത്തുക എന്നുള്ളതായിരുന്നു. അതാണ് ഞാൻ അഹങ്കാരം എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ നമ്മളെ ഉടമ്പടിയിൽ എല്ലാ വാഗ്ദാനം പ്രാപിക്കുമ്പോൾ, ഉടമ്പടി ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഒന്നാം ഘട്ടം ഇന്നലെ നമ്മൾ കണ്ടു. എന്താണ്? പാപം അതായത് പാപം കഴുകിക്കളയണം. പാപകരമായ ലൈഫ്, സംസാരം, ചെയ്തികൾ എല്ലാത്തിൽ നിന്നും ഗുഡ് ബൈ പറയണം. വാഗ്ദാനം പ്രാപിക്കാനുള്ള രണ്ടാം ഘട്ടം എന്താ? ഈ മരുഭൂമിയാണ്. എന്തിനാണത്? എളിമപ്പെടുത്താനാണ്. മരുഭൂമിയിൽ നമുക്കൊരു ഒരു വിഷയം, നമ്മുടെ മുന്നേറ്റം സ്ലോ ഡൗൺ ആവുകയും
നമുക്ക് നടന്നു തീർക്കാനുള്ള ഇടങ്ങൾ നീണ്ടുപോവുകയും ചെയ്യുമ്പോൾ മരുഭൂമിയാകും. എപ്പോഴാണ് മരുഭൂമി ഉദയം ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾക്ക് നടന്നു തീർക്കാനുള്ള ദേശം നീണ്ടു പോവുകയും നമ്മുടെ മുന്നേറ്റം വളരെ സ്ലോ ഡൗൺ ആവുകയും ചെയ്യുമ്പോൾ ആണ് മരുഭൂമി ഉണ്ടാകുന്നത്, നീണ്ടു പോണത്. അപ്പോഴെന്താ ചെയ്യേണ്ടത്? എളിമപ്പെടണം. എന്തിനാ എളിമപ്പെടണമെന്നറിയാവോ? ചിലർക്കൊക്കെ അവർക്ക് മറ്റുള്ളവർ അടിച്ചേൽപ്പിച്ച ലക്ഷ്യങ്ങൾ തലേക്കൊള്ളും. മറ്റുള്ളവർ അടിച്ചേൽപ്പിച്ച ലക്ഷ്യങ്ങൾ, ആ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ആരാണ് നിന്നെ, ഞാൻ ചിലപ്പോൾ സമയത്ത് ചോദിക്കുവേ, എന്നോട് ഈ ആൾക്കാരിനെ കാണാൻ വരുമ്പോൾ ഞാൻ ചോദിക്കും, ചിലർ എന്നോട് പറയത്തില്ലേ, അച്ഛാ സ്ഥലം വിൽക്കണമെന്ന് പറയും, വീടും സ്ഥലം വിൽക്കണമെന്ന് പറയും. അപ്പം ഞാൻ ഉടനെ അവരോട് ചോദിക്കുവേ, ഈ ആശയം ആരാണ് ആദ്യം പറഞ്ഞതെന്ന് ചോദിക്കും. അത് ഞാൻ തന്നെയാണ് പറഞ്ഞത്. നീ ഇങ്ങനെ സ്ഥലവും വീടും വിൽക്കാൻ വേണ്ടി കൃപാസനത്തിൽ വന്ന കാര്യം ആർക്കൊക്കെ അറിയാം? അതെനിക്ക് അറിയാൻ പാടില്ല. അവൾക്ക് അത് വിറ്റ് തൊലച്ച് അവൾക്ക് കിട്ടിയ കാശം മേടിച്ചുകൊണ്ട് വിദ്യാഭ്യാസത്തിന് പോയി അവിടെ കണ്ട ആമ്പിള്ളേരോട് ഇവയ്ക്ക് പറഞ്ഞു വെച്ചേക്കുന്ന ചെറുക്കനോട് ലൈനടിച്ച് അവളവിടെ കാര്യം മാത്രമേ ഉള്ളൂ. വേറെ ആരുടെ പ്രശ്നം, ആരും തൂങ്ങിയാലും ഒരു പ്രശ്നമില്ല. അപ്പോൾ വീട്ടുകാർ പോലും അറിയാതെ തന്നെ വീട് സ്ഥലം വിൽക്കാൻ വേണ്ടി ഉടമ്പടി എടുത്തിരിക്കണേ. ഈ ആശയം എവിടുന്ന് കിട്ടി? അതെല്ലാം സ്വയംകൃത ചരിത്രമാണ്. സ്വയംകൃതം. ഈ സ്വയംകൃത നിയോഗക്കാരാണ് മരുഭൂമിയിലൂടെ കടന്നു പോണ പലപ്പോഴും. ഈ ആശയത്തിൻ്റെ അന്തസത്ത എങ്ങനെയാണ് അത് ഉരുത്തിരിഞ്ഞത്? അതിൻ്റെ ലക്ഷ്യം എന്താണ്? ആർക്കാണ് ഇതിൻ്റെ ബെനഫിറ്റ്സ്? ആരാണ് ഇതിൻ്റെ ബെനഫിഷ്യറി? ബെനഫിഷ്യറി. ഇതിൻ്റെ ബെനഫിഷ്യറി വേറെ ആരെങ്കിലും ഉണ്ടോ? വേറെ ആർക്കും അവകാശപ്പെട്ടതോ? ഞാൻ ഇങ്ങനെ 100,000 ചോദ്യങ്ങൾ എൻ്റെ മനസ്സിൽ വരും. അപ്പം ഞാൻ അവരോട് ചോദിക്കും, അത് കാര്യം എന്താണ്? ഇത് നടക്കത്തില്ലെന്ന് എനിക്കറിയാം. പിന്നെ ഇങ്ങനെ ഉടമ്പടി പുതുക്കി പോകാനേ പറ്റത്തുള്ളൂ. നടക്കാത്ത ലക്ഷ്യങ്ങൾ വെക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ പള്ളക്കടിക്കണ, മറ്റുള്ളവരെ ചതിക്കുഴിപ്പെടുത്തണ ഒരു സാധനം ദൈവം അംഗീകരിക്കത്തില്ല. അപ്പം മരുഭൂമി ആരുണ്ടാക്കണതാണ്? നമ്മളുണ്ടാക്കണ. അതിനെ ഞാൻ പറഞ്ഞത്. അതിനെന്താ മാർഗം? ആ ലക്ഷ്യത്തിൽ നിന്ന് നേരെ യൂട്ടേൺ എടുക്കുക. അതിന് എളിമ വേണം. നമ്മൾ മുന്നോട്ട് പോയ ഒരു സാധനമില്ലേ, അതിൽ നിന്ന് നമ്മൾ ഒരു നിമിഷം പിന്നാക്കം പോകണം. പിന്നാക്കം പോകുമ്പോൾ എന്തുപറ്റും? അതിനാണ് എളിമപ്പെടുന്നത് പറയണത്. നമ്മൾ എടുത്ത കടുത്ത നിലപാടുകളെ, അത് നമ്മുടെ അഹങ്കാരത്തിന് സൂപ്പ് കഴിക്കണ പോലെയുള്ള ഗുണമാണ് ഉണ്ടാക്കിയിരിക്കണേ. അതിൽ നിന്ന് നമ്മൾ യൂട്ടേൺ എടുക്കുന്നത്. യൂട്ടേൺ എടുക്കുമ്പോൾ ചോദിക്കരുത് നമ്മൾ അയ്യോ തെറ്റിപ്പോയെന്ന് പറയാനോ മറ്റുള്ള അറിയാനോ നമുക്ക് താല്പര്യമില്ല. അപ്പോൾ എന്താണ്? നമുക്ക് അഹങ്കാരം ഉള്ളതുകൊണ്ടാണ്. പക്ഷേ സമ്മതിച്ചുകൊണ്ട് നമ്മൾ പിന്നോട്ട് മാറിയ അതിനെ എളിമപ്പെടുന്നു പറയും. മരുഭൂമിയിലൂടെ ആ മരുഭൂമി നീണ്ടു പോകുമ്പോൾ ഓർക്കണം, ലക്ഷ്യം ചേഞ്ച് ചെയ്യണം. നല്ലതായിരിക്കും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ.